ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അന്ന് ആർദ്രോത്സവത്തിന് തിരുവാതിരകൾ നിങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ വന്നു. ആർദ്രോത്സവത്തിന് വന്നിട്ട് നീലിമ ആദ്യമായിട്ടാണ് ലോങ് ഷോട്ടിലാണ്, ഞാൻ പുറകിലായിരുന്നു, ഇവർ തിരുവാതിര കളിക്കാറ്. അങ്ങനെ അപ്പം ഞാൻ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നടുക്ക് നിൽക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞു. ഇവർ തിരുവാതിര കളിച്ച് വട്ടത്തിൽ പോവല്ലേ, ഇതിൽ നടുക്ക് ഏതാണെന്ന് ഞാനെങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കി, കിട്ടുന്നില്ല, ഫേസ് കിട്ടുന്നില്ല. ഫോട്ടോ കണ്ടിട്ടുണ്ട്, എന്നാലും നേരിട്ട് കാണുന്നുണ്ട്. അത് നേരിട്ട് ഞാൻ അടുത്ത് കഴിയട്ടെ, എന്നിട്ട് പുറത്ത് വെച്ചിട്ട് കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബാക്ക് സൈഡിലേക്ക് വന്നു. ബാക്ക് സൈഡിൻ്റെ അവിടെ ധീരജും ധ്രുവജൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് അവരെ കൂട്ടുപിടിച്ച് വരുമായിരിക്കും, ഇപ്പം വരുമായിരിക്കും. പക്ഷെ ഈ ഡ്രസ്സ് മാറിയിട്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. അവരന്ന് ഓറഞ്ച് ബ്ലൗസും സെറ്റും ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. വന്നപ്പോഴത്തേക്കും പച്ചയും ചുമപ്പുള്ള ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് അപ്പം എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഫോട്ടോയിൽ കണ്ടതും നേരിട്ട് കണ്ടതും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് നേരിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഈ കറക്കലും ചുറ്റലും കണ്ടപ്പോഴത്തേക്കും നീലിമയ്ക്ക് ഏകദേശം കത്തി, ഇതെന്തോ ഉണ്ട്. കാരണം എന്തായാലും എനിക്ക് ഇത് വന്നപ്പോൾ ഊഹിച്ചായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ എടുത്തടിച്ചോണം അമ്മായി നേരെ ഒരു ഇൻട്രോ. എന്നോട് അതിനുമ്പ് ചോദിച്ചു, ഞാൻ ഇവിടെ നിന്ന് പോയപ്പം എനിക്ക് താല്പര്യമില്ല, എനിക്ക് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് പോയ ആളാ. അപ്പൊ അമ്മായി ചോദിച്ചു കാണണം. നമ്മള് സാധാരണ എന്തായാലും ഒരു പയ്യനല്ലേ, കണ്ടിരിക്കാം, ജസ്റ്റ് വായനോട്ടോ എന്ന് വിചാരിച്ച് കാണാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞപ്പോ അമ്മായി നേരെ കൊണ്ട് ഇത് നീലിമ, ഇത് വിഷ്ണു, ഞങ്ങൾ എന്നിട്ട്. പക്ഷെ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു 10 മിനിറ്റ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ എല്ലാവരും വരണവരും പോണവരും ആർദ്രോത്സവത്തിന്റെ തിരുവാതിര കളി, പിന്നെ ഞങ്ങളുടെ വർത്താനം നോക്കുന്നു. ഞങ്ങൾ ഇന്നെ വർത്താനം പറഞ്ഞ ഓരോന്ന്. അപ്പോഴത്തേക്ക് ആ വൈബ് അങ്ങ് സെറ്റായി, എന്താന്നറിയില്ല അല്ലേ, പെട്ടെന്ന് അങ്ങ് സെറ്റായി. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും പരിചയപ്പെട്ട് അങ്ങനെ ഏറെക്കുറെ ധാരണ ആവാറായി. പറഞ്ഞു ചോദിച്ചു അച്ഛൻ ഇത് മതിയോന്ന്, ഇത് മതിയെന്ന് പറഞ്ഞു. കണ്ടതന്ന് ആർദ്രോത്സവത്തിൻ്റെ ആ ടൈമിലാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, നീ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്ക്, സൈഡിൽ കൂടെ ആളെങ്ങനെയുണ്ട്, ചെക്കൻ എങ്ങനെയുണ്ടെന്നൊക്കെ, എന്നിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ആള് അത്യാവശ്യം ഡീസൻറ്റ് കൈൻഡ് ഓഫ് ഇതാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഇവരുടെ സംസാരമായാലും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അത്യാവശ്യം എന്തോ കണക്ഷൻ എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഇതൊരു അബദ്ധമായോ എന്ന് എനിക്കൊരു സംശയം. ബിക്കോസ് ഓപ്പള എനിക്ക് വർത്തമാനത്തിന് കിട്ടുന്നില്ല, ഏത് സമയം ഇങ്ങേര് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനും ഓപ്പളുമാണ് ഏത് സമയം ഒരു റൂമിൽ ഇരുന്ന് വർത്തമാനം പറയാറ്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇവരുടെ ഒരു കട്ടുറുമ്പാവാറുണ്ട്. ഇവരുടെ വീഡിയോ കോളിൽ മിക്കപ്പോഴും എൻ്റെ സാന്നിധ്യം കാണാറുണ്ട്. പിന്നെ
കുറച്ച് കഴിയുമ്പോൾ ഞാൻ സ്വയം അതൊക്കെ മാറി. എന്തേലും ആവട്ടെ, ഒപ്പോഴും ഏട്ടനും എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നിശ്ചയം കഴിഞ്ഞു, ഇനി വേലിയാവാറായി. പിന്നെ ചെറുതായിട്ട് ദുഃഖമുണ്ട്, പോവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. പിന്നെ അടുത്ത് തന്നെയാണില്ല, കുഴപ്പമില്ല. എങ്ങനെയാ അതെ. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത്. കോർക്കാമിരു കൈകൾ, ഇനി പോകാം കാലങ്ങൾ, നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ. കേൾക്കാം മഴ തോരും